DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 24 വെള്ളി. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, നീറ്റ് പരീക്ഷയിലെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് SFI ഇന്ന് രാജ്യവ്യാപകമായി വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇതുകാരണം സംസ്ഥാനത്തെ സ്കൂളുകളുടെയും കോളേജുകളുടെയും പ്രവർത്തനത്തെ ബാധിക്കാൻ സാധ്യതയുണ്ടെങ്കിലും മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടായിരിക്കില്ല. അടുത്ത അറിയിപ്പ്, വരുന്ന ഓണത്തോടനുബന്ധിച്ച് സാധാരണക്കാർക്കായി വലിയ ആനുകൂല്യങ്ങളാണ് സർക്കാർ ഒരുക്കിയിരിക്കുന്നത്. AAY മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് സൗജന്യ ഓണക്കിറ്റും നീലവെള്ള കാർഡുകാർക്ക് കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ 10 കിലോ സ്പെഷ്യൽ അരിയും ലഭിക്കും. കൂടാതെ സപ്ലൈകോ വഴി 250, 500, 1000 രൂപ വിലയുള്ള വിവിധ ഓണക്കിറ്റുകൾ വിപണിയിൽ ലഭ്യമാക്കും. അടുത്ത അറിയിപ്പ്, കള്ളനോട്ടുകൾ തടയുന്നതിനും കറൻസികളുടെ ആയുസ് വർദ്ധിപ്പിക്കുന്നതിനുമായി RBI പരീക്ഷണാടിസ്ഥാനത്തിൽ പുതിയ പോളിമർ നോട്ടുകൾ പുറത്തിറക്കാൻ ഒരുങ്ങുകയാണ്. ആദ്യഘട്ടത്തിൽ 10, 20 രൂപ നോട്ടുകളാണ് പോളിമർ രൂപത്തിൽ ഇറക്കുക. എന്നാൽ പുതിയ നോട്ടുകൾ വരുന്നതോടെ നിലവിലെ കടലാസ് നോട്ടുകൾ അസാധുവാകില്ലെന്നും രണ്ടും ഒരുപോലെ ഉപയോഗിക്കാമെന്നും RBI വ്യക്തമാക്കിയിട്ടുണ്ട്. അടുത്ത അറിയിപ്പ്, എല്ലാ ഗ്യാസ് വിതരണ ഏജൻസികളും ഉപഭോക്താക്കളുടെ വീടുകളിൽ നേരിട്ടെത്തി ഗ്യാസ് കണക്ഷനുകളുടെ സുരക്ഷാ പരിശോധന നടത്താൻ ആരംഭിച്ചിട്ടുണ്ട്. 5 വർഷത്തിലൊരിക്കൽ നിർബന്ധമായും നടത്തേണ്ട പരിശോധനയാണിത്. ഇതിനായി എത്തുന്ന അംഗീകൃത ടെക്നീഷ്യന്മാർ സിലിണ്ടർ, റെഗുലേറ്റർ, ഓസ് എന്നിവയുടെ സുരക്ഷിതത്വം പരിശോധിക്കുകയും തകരാറുകളില്ലെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യും. വീടുകളിലെത്തുന്ന ടെക്നീഷ്യന്മാരുമായി ഉപഭോക്താക്കൾ പൂർണ്ണമായും സഹകരിക്കേണ്ടതുണ്ട്. പരിശോധന പൂർത്തിയാക്കിയ ശേഷം ഉപകരണങ്ങളുടെ നിലവിലെ അവസ്ഥ വ്യക്തമാക്കുന്ന ചെക്ക് ലിസ്റ്റും സർവീസ് റിപ്പോർട്ടും അവർ ഉപഭോക്താവിന് നൽകും. റെഗുലേറ്ററിലോ ഹോസിലോ എന്തെങ്കിലും തകരാറുകൾ കണ്ടാൽ അത് മാറ്റിസ്ഥാപിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും ആവശ്യമായ പുതിയ ഉപകരണങ്ങളും അവർ നൽകുന്നതായിരിക്കും. ഈ സുരക്ഷാ പരിശോധനയ്ക്കായി സർവീസ് ചാർജും GSTയും ഉൾപ്പെടെ ആകെ 236 രൂപയാണ് നൽകേണ്ടത്. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണം ഇന്നു മുതൽ വിതരണം ആരംഭിക്കുകയാണ്. ഇതിനായി 1905 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രിയും ധനമന്ത്രിയും കൂടിയായ VD സതീശൻ അറിയിച്ചിട്ടുണ്ട്. 26 ലക്ഷത്തോളം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇന്ന് തുക ക്രെഡിറ്റായി തുടങ്ങും. വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം ശനിയാഴ്ചയോ തിങ്കളാഴ്ച മുതലൊക്കെയായിരിക്കും സജീവമാവുക. പെൻഷനിൽ കേന്ദ്രവിഹിതമുള്ളവർക്ക് 200, 300, 500 എന്നീ തുകകൾ കുറയുന്നതാണ്. അതായത് അക്കൗണ്ടിലേക്ക് തുക എത്തുമ്പോൾ 1500, 1700, 1800 എന്നീ തുകകളായിരിക്കും ആദ്യഘട്ടത്തിൽ കേന്ദ്രവിഹിതം കൈപ്പറ്റുന്നവർക്ക് എത്തിച്ചേരുക. പിന്നീട് നിശ്ചിത ദിവസങ്ങൾക്ക് ശേഷം ഈ തുകയും അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ്. എന്തായാലും ജൂലൈ മാസത്തെ പെൻഷനായ 2000 രൂപ ഇന്നു മുതൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.